എന്നാ ശരി, നിങ്ങൾ പോയിക്കോ. എനിക്ക് ഫാദറിനെ ഒന്ന് കാണണം. നാളെ വരാൻ നേരത്തെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശരി ഏട്ടാ. ശരി, ശരി, താങ്ക്സ്. ഭാഗ്യത്തിന് ഇന്ദ്രേട്ടനോട് വരാൻ തോന്നിയത്. അദ്ദേഹത്തിന് നല്ലൊരു സ്ഥലത്തേക്ക് മാറാൻ യോഗമുണ്ട്. അത് പിന്നെ ശ്യാമെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണ്ടേ? നീ സത്യനെ വിളിച്ച് വേറൊന്നും അന്വേഷിക്കണമെന്ന് പറ. ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ ട്രാവൽസിലേക്ക് വിട്ടോ. സത്യൻ അവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഞാനും വരാം. അല്ല, ഇന്ദ്രേട്ടൻ ഇപ്പൊ എങ്ങോട്ടാ? അത് എനിക്ക് ഒരാളൊന്ന് കാണാൻ പോണം. നീ വേണമെങ്കിൽ വണ്ടി കൊണ്ട് വെക്കോ. വേണ്ട ഇന്ദ്രേട്ടാ, ഞാനൊരു ഓട്ടോ വിളിച്ച് പോക്കോളാം. എന്നാ ശരി. ശരി. ഇന്ദ്രേട്ടാ, എന്താ വീട്ടിൽ വരാതെ പുറത്ത് വെച്ച് കാണണമെന്ന് പറഞ്ഞത്? അച്ഛനവിടെ ഉള്ളോണ്ടാണോ? അത് മാത്രമല്ലല്ലോ, ഞാനും സത്യനും ശ്യാമും ചെറിയൊരു ഓട്ടത്തിലായിരുന്നു. ഇനി ആ മനുഷ്യനെ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി ഓർഫനേജ് അന്വേഷിച്ചുള്ള ഓട്ടോ ആയിരുന്നു? ഓർഫനേജ് അല്ല അനു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, കുറച്ച് പണം കൊടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്ന കാര്യം. അങ്ങനെ ഒരിടം ഓക്കെ ആയിട്ടുണ്ട്. 5 ലക്ഷം രൂപ ഡൊണേഷൻ. ഞങ്ങളത് സംഭവിച്ച അഡ്വാൻസും കൊടുത്തു. ഇനി അങ്ങോട്ടേക്ക് മാറാൻ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? വേറെ വഴിയില്ലല്ലോ. എവിടേക്ക് വേണമെങ്കിലും മാറാൻ അദ്ദേഹം തയ്യാറാ. പക്ഷേ ചെറിയൊരു ആഗ്രഹം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താഗ്രഹം? ഈ ഓണത്തിന് കുടുംബത്തോടൊപ്പം കഴിയുക. ഒരു സാധാരണ പ്രവാസി മലയാളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ ഇന്ദ്രേട്ടാ? എനിക്കതിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ലല്ലോ. എല്ലാം അമ്മയുടെ കയ്യിലാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി അമ്മ അങ്ങോട്ട് കയറ്റുമെന്ന് പോലും അറിയില്ല. അതിൻ്റെ കൂടെ ഇനി ഈ ഓൾഡ് ഏജ് ഹോം റെഡി ആയെന്ന് കൂടി അറിഞ്ഞാൽ നാളെ തന്നെ അവിടെ കൊണ്ടുവിട്ടേക്കാൻ അമ്മ പറയൂ. ശരി, ഇന്ദ്രേട്ടൻ എല്ലാ അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഇന്ദ്രൻ ഇപ്പൊ എന്നോട് വരാൻ പറഞ്ഞ എന്തിനാ? ഞാൻ വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ? അനു, അത് അച്ഛനും നീ കൂടെ അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹം വീട്ടിൽ നിന്ന് മാറണം. ഓൾഡ് ഏജ് ഹോമിൽ പോയാലും കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. ഇത്രയും ദിവസം ആ മനുഷ്യൻ അവിടെ ഉണ്ടായിട്ടും ഇന്ദ്രേട്ടനും ഇത്രയൊക്കെ ആ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ? ഇനി അദ്ദേഹം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു പരാതിയില്ലാതെ പോയിക്കോളും. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോ. ശരി, ഞാനെന്നാ വീട്ടിൽ പോയി അമ്മയെ അറിയിക്കട്ടെ. അറിയിച്ചേക്ക്. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹത്തെ എവിടേക്ക് മാറ്റിയാലും വരുന്ന തിരുവോണത്തിന് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. ഇത്തവണ ഓണത്തിന് അനന്തം മാഷിന്റെ ചീഫ് ഗസ്റ്റ് ആയിരിക്കും ശേഖരൻ. അതുകൂടി ഇന്ദ്രേട്ടൻ അമ്മയോട് പറഞ്ഞേക്ക്.
അമ്മ അമ്മ ഇത് ഭ്രാന്തയായി കാണിക്കുന്നേ. എന്താടി? ഈ ബാഗ് ആ മനുഷ്യന് കൊണ്ടുപോകേണ്ടതല്ലേ? എങ്കിൽ ഇതെന്റെ കൺമുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ട് മാറ്റി വെക്കേ. ദേ, ഞാനിവിടെ ചാണകവെള്ളം ഒഴിച്ച് കഴുകി ശുദ്ധി വരുത്താൻ പോവാ. ഈ അമ്മയുടെ ഒരു കാര്യം. എന്റെ അമ്മ, അയാള് മാഷിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ തന്നെയല്ലേ കിടക്കാൻ പോകുന്നത്? അതുകൊണ്ട് വേറൊരു സ്ഥലം ശരിയായാലല്ലേ ഇവിടുന്ന് പോകൂ. സ്ഥലം ശരിയാവുന്ന വരെ അവൻ അനന്തമാഷിന്റെ വീട്ടിൽ കിടക്കട്ടെ. ഇങ്ങോട്ട് ഇനി ഒരുത്തിനെ കെട്ടിയെടുക്കാൻ നോക്കണ്ട, മനസ്സിലായോ? ഇതാരീ കാർഡ്? ആര്? മനസ്സിലായില്ല. ഞാൻ സിറിയക് ജോൺ, ഇദ്ദേഹം അൻസാറി. ഞങ്ങൾ രണ്ടുപേരും UAE വർക്ക് ചെയ്യുന്നവരാ. ഞങ്ങളവിടെ പ്രവാസി കൂട്ടായ്മയുടെ സംഘാടകരാ. സൗദിയിൽ പെട്ടുപോയ ശേഖരനെ UAE എത്തിച്ചതും അവിടുന്ന് നാട്ടിലേക്ക് അയച്ചതും ഞങ്ങളുടെ പ്രവാസി സംഘടനയാ. ഓ, അത് നിങ്ങളായിരുന്നല്ലേ? അതെ. അമ്മ, അത് നിങ്ങൾ കയറിയിരിക്കും. ഓ ഓ ശരി. ഇരിക്കും. ഓ ശേഖരന്റെ മകളാണോ? ആ അതെ, ആ ഇതെന്റെ അമ്മ. കുറേ വർഷം സൗദിയിൽ കിടന്ന് കഷ്ടപ്പെട്ടെങ്കിലും ശേഖരന് ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ശ്രദ്ധയിൽ അയാൾ പെടില്ലല്ലോ. അത് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം വെറും കൈയോടെ വന്നിട്ടും ശേഖരന്റെ കുടുംബം ശേഖരനെ സ്വീകരിച്ചല്ലോ. അത് അയാളുടെ ഭാഗ്യം മാത്രമല്ല, നിങ്ങളുടെയൊക്കെ വലിയ മനസ്സും കൂടിയാ. അല്ല, ആളെവിടെ? ഞങ്ങൾ ശേഖരനെ കാണാനാ വന്നത്. അയാൾ ഇവിടെ ഇല്ല, ഇവിടുന്ന് പോയി. അമ്മ, അമ്മയുടെ സ്വഭാവം ഇവരോട് കാണിക്കല്ലേ. ഇവരൊക്കെ വലിയ ആൾക്കാരാ. അല്ല, ശേഖരൻ എവിടേക്കാ പോയത്? അത് പിന്നെ ഏട്ടത്തിയമ്മയുടെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുക. ഓ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാ. അമ്മ അറിയാതെ അച്ഛൻ പോയത്. അമ്മയും ഒപ്പം കൊണ്ടുപോയില്ലല്ലോ, അതിന്റെ ദേഷ്യമുണ്ട് അമ്മയ്ക്ക്. ഓ, ഓ, അതാണോ? ആ, അമ്മ, കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കമ്മേ. ഇവര് പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ.